Guys, welcome back to my channel. അപ്പോൾ IQ Neo 9 Pro 5Gയുടെ അൺബോക്സിങ് കണ്ട സ്ഥിതിക്ക് നമുക്ക് ക്യാമറ പെർഫോമൻസിനോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനു മുമ്പ് ഇതിനകത്ത് ക്യാമറ വഴി നമുക്ക് എന്തൊക്കെ റെക്കോർഡ് ചെയ്യാം, എന്തൊക്കെ ഫോട്ടോസ് എടുക്കാം, എങ്ങനത്തെയൊക്കെ രീതിയിൽ എടുക്കാമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ ഫേസൊക്കെ അൺലോക്ക് എന്ന് പറഞ്ഞാൽ പക്കയാണ്. വേണ്ട നോക്കണേ, അൺലോക്കായി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി, പക്ക. അതൊക്കെ പക്കയാണ് കേട്ടോ. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും ഫേസൊക്കെ ആണെങ്കിലും സെറ്റാണ്. കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്യാമറ ഓപ്പൺ ആക്കാം. സെറ്റിങ്സിൽ പോയതിനു ശേഷം ഏതൊക്കെ റേഷ്യോയിൽ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ 1:1 എടുക്കാം, 4:3 എടുക്കാം, 16:9 എടുക്കാം, ഫുള്ളിലെടുക്കാം. ഇത്രയിലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അത് എടുക്കുന്ന സമയത്ത് ലാഗ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടൈമർ നമുക്ക് 3 സെക്കൻഡ് ആക്കാം, 5 സെക്കൻഡ് ആക്കാം, അതുപോലെ തന്നെ 10 സെക്കൻഡ് ആക്കാം. അപ്പോഴും വലിയ ലാഗ് ഒന്നുമില്ല, സ്വിച്ചിങ്ങിലൊന്നും കാര്യമില്ല. പിന്നെ ഗ്രിഡ് ലൈൻ വേണമെങ്കിൽ നമുക്ക് ഓണാക്കി ഇടാം. നിങ്ങളൊരു പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻ ഒന്നും ഓണാക്കി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ലെവൽ ഓണാക്കി ഇടാൻ പറ്റും. നിങ്ങളൊരു കിടിലൻ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അതൊന്നും ഓണാക്കി ഇടേണ്ട ആവശ്യമില്ല. ഷേക്ക് റിമൈൻഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നടുക്കൊരു ഗോളം വരുന്നു, ആ ഗോളത്തിനകത്ത് ഒരു ബോൾ കിടക്കും. ആ ബോളിനകത്ത് നമ്മൾ ഫോൺ ഷേക്ക് ആവണമെങ്കിൽ നമ്മളിങ്ങനെ, അതായത് സെൻറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സാധനം, അത് ഓണാക്കി വേണമെങ്കിൽ ഇടാം. പിന്നെ എഫക്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ നമുക്കിതാ ഇങ്ങനെ എഫക്റ്റുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കളർ കൂട്ടണോ എന്നൊക്കെ പറഞ്ഞ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ മാർക്കുണ്ട്. വാട്ടർ മാർക്ക് നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഓണാക്കിയിട്ട് IQലാണ് എടുത്തതെന്നുള്ളത്, എത്ര mm എടുത്തത്, ഏത് ഫോട്ടോ പോർട്രേറ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എനിക്കത് ഓണാക്കിയിരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്കവിടെ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മാനുവൽ ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മോർ സെറ്റിങ്സ് എടുക്കുന്ന സമയത്ത് കുറേ അധികം സെറ്റിങ്സ് വരും ഗൈസ്. ഷട്ടർ സൗണ്ട് നമുക്ക് ഓണാക്കാം, ഓഫാക്കാം. അതുപോലെ തന്നെ ലൊക്കേഷൻ നമുക്ക് ഓണാക്കാം, ഓഫാക്കാം. ഫോട്ടോ എവിടെ നിന്ന് എടുത്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഓണാക്കിയിട്ടിരുന്നാൽ അത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മിറർ സെൽഫി എന്ന് പറഞ്ഞ സാധനം ഓണാക്കിയിട്ടിരുന്നത് നമ്മൾ എങ്ങനെ ഫോട്ടോ എടുക്കണം ആ ഒരു രീതിക്ക് തന്നെ ഫോട്ടോ ഇട്ടു. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരത്തില്ല, അതാണ് വേറൊരു കാര്യം. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ കറക്ഷൻ എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് ആംഗിൾ കറക്ഷൻ ഇട്ട് നമ്മുടെ വൈഡ് ആംഗിളിൽ നിൽക്കുന്ന ആൾക്കാരെ ഫേസും നമുക്ക് ഇച്ചിരി ഫോക്കസിൽ കിട്ടും. പിന്നെ ഇവിടെ ക്വിക്ക് ആക്ഷൻ ഫോർ ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓണാക്കിയിട്ട് നമ്മുടെ വോളിയം ഡൗണിൽ പെട്ടെന്ന് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പണായി വരും. അത് കൊള്ളാം. പക്ഷേ ആക്സിഡൻ്റൽ ടച്ച് വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം കോൾ വരുന്ന സമയത്ത് നമ്മൾ സൈലൻ്റ് ആക്കാൻ വേണ്ടി പോക്കറ്റിൽ ഇങ്ങനെ തപ്പണ സമയത്ത് ചിലപ്പോൾ അത് ക്യാമറ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്തില്ല, വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ സെറ്റിങ്സ് കീപ്പ് ചെയ്യാനുള്ള സാധനം, ക്യാമറ ഏത് ക്യാമറ മോഡ് കിടക്കണം എന്നൊക്കെ ഉള്ളത് തിരിച്ചിറങ്ങണമെങ്കിൽ പഴയ മോഡ് തന്നെ കിടക്കണം എന്നുള്ള സാധനം. HDR വേണമെങ്കിൽ നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും. ഫോട്ടോ മോഡ്, സ്റ്റാറ്റസ്, അത് ഇത് അങ്ങനെ കുറേ ചവറ് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. പോർട്രേറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പോർട്രേറ്റ് ഫീച്ചർ, പോർട്രേറ്റ് ഫ്രെയിമിംഗ് ഉണ്ട്, റിമൂവ് മോൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ റിമൂവ് മോൾസ് എന്ന് പറഞ്ഞ സാധനമായിട്ട് നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടെങ്കിൽ, ചെറിയ മുഖക്കുരുവാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ ഈ ഒരു മോഡ് ഓണാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത മുഖക്കുരുവൊക്കെ മാറി നല്ല ഇങ്ങനെ ബ്ലഷ് ആയിട്ട് നിൽക്കണ കാണാം. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഞെട്ടിയായിരുന്നു ഗൈസ് ഇത് ഓണാക്കിയിട്ടിട്ട്. ബട്ടൺ നമുക്ക് എന്ത് വേണോ ചെയ്യാം, ടച്ച് ആക്കാം, വോയിസ് ആക്കാം, പാമ്പ് കാണിച്ചുള്ള ഇതാക്കാം, അതൊക്കെ ചെയ്യാം. പിന്നെ എൻഹാൻസ്ഡ് നൈറ്റ് സ്കൈ എന്നുള്ള സാധനമുണ്ട്. അത് ഓണാക്കിയിട്ട സ്കൈ കുറച്ചുകൂടെ നല്ല ബ്രൈറ്ററായിട്ട് നിൽക്കും രാത്രി ഫോട്ടോ എടുക്കുമ്പോൾ. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ ഫിനിഷ്ഡ് ഫോട്ടോ ഓറിയൻറ്റേഷൻ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഓണാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറയിൽ നമ്മൾ അതായത് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിൽ കൂടെ അതിൽ കാണിക്കും. അതാണ് ആ കാണിച്ചേക്കുന്നത്. 3D സൗണ്ട് ട്രാക്കിങ്, അത് ഇതൊക്കെ ഓണാക്കിയിടാം. ഓട്ടോ ലൈറ്റ് FPS, അത് ഇതൊക്കെ ഓണാക്കിയിടാം. ഇത്രയാണ് ഗൈസ് ക്യാമറ സെറ്റിങ്സിലുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ സ്നാപ്ഷോട്ട് ഉണ്ട്. ഈ സ്നാപ്ഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ പെട്ടെന്ന് ഷോട്ട് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റ് പക്കയായിട്ടും ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ബ്ലർ പോലെയൊക്കെ വന്നിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് ഉള്ള സാധനം കിട്ടും. അങ്ങനത്തെ ഒരു സാധനമാണ് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ നൈറ്റ് മോഡുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ക്യാമറ പെർഫോമൻസ് വീഡിയോയിൽ വരും. പിന്നെ പോർട്രേറ്റ് ഉണ്ട്. എൻ്റെ പൊന്നു മക്കളെ, വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം, 1x 2x വേറെ ലെവൽ. 0.95 മുതൽ 16 വരെ ഉണ്ട് അപ്പർച്ചർ വാല്യൂ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. പിന്നെ ഫോട്ടോ മോഡുണ്ട്. ഫോട്ടോ മോഡിൽ അൾട്രാ വൈഡ് 1x 2x ആണുള്ളത്. പിന്നെ നമുക്ക് വീഡിയോ മോഡുണ്ട്. വീഡിയോ മോഡിൽ നമുക്ക് 1080p 30, 1080p 60, 4K 30, 4K 60, 8K 30 വരെ മെയിൻ ക്യാമറയിൽ അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടെലിഫോട്ടോ ക്യാമറ ഇല്ല. 1xൽ നിന്ന് നമുക്ക് സൂം ഇൻ ആയിട്ടാണ് 2x പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അത്. പിന്നെ അൾട്രാ വൈഡ് പറഞ്ഞത് 16 മെഗാപിക്സലാണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ 1080p 30 മാത്രമേ പറ്റത്തുള്ളൂ. 60ൽ നമുക്ക് അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റെബിലൈസേഷൻ മോഡുണ്ട്. അതിൻ്റെ മുകളിൽ അൾട്രാ ഉണ്ട്, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഓഫും ഉണ്ട്. സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഇട്ടേക്കുന്നത് നല്ലതാണ്. ഇവിടെ കുറേ ബ്യൂട്ടി സാധനങ്ങളുണ്ട്, നാച്ചർ, സ്മൂത്ത്, സ്കിൻ ടോൺ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യങ്ങളുണ്ട്. എഫക്റ്റിൽ നൊസ്റ്റാൾജിയ ഉണ്ട്, റെട്രോ ഉണ്ട്, ക്ലാസിക് ഉണ്ട്, മ്യൂട്ട്,
ഓട്ടം അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഫിൽറ്റേഴ്സ് കാര്യങ്ങളുണ്ട്, അതിനകത്ത് കുറച്ച് ഫിൽറ്റേഴ്സ് കാര്യങ്ങളുണ്ട്. അതിലൊന്നും ഫോട്ടോ നമ്മൾ എടുക്കണം, നമുക്ക് എപ്പോഴും റോ എടുത്ത് കാണിച്ചിട്ടേ കാര്യമുള്ളൂ. പിന്നെ അതിനകത്ത് നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണിത്. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1-2 മാസം മാത്രമേ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫോട്ടോയും നോർമൽ വീഡിയോ എടുക്കാറാണ് പതിവ്. അതുകൊണ്ട് നമ്മൾ നോർമൽ മാത്രമേ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ മോറിനകത്ത് പോകണമെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് അത്യാവശ്യം കിടിലൻ ഫോട്ടോ ഉണ്ട്. നോർമൽ ഫോട്ടോ എടുത്തിട്ട് സൂം ഇൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ പാനോരമയുണ്ട്, അൾട്രാ വൈഡിൽ അത്യാവശ്യം നല്ല ഫോട്ടോ ഇടുന്നുണ്ട്. പാനോരമയിൽ ആവശ്യമില്ല. ഈ അൾട്രാ HD ഡോക്യുമെൻ്റ് സാധനം എടുത്ത് നിങ്ങൾക്ക് അത് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ വയ്ക്കണമെങ്കിൽ മറ്റേ സാധനം ഓൺ ആക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി അൾട്രാ HD ഓൺ ആവും. പിന്നെ സ്ലോ മോഷൻ ഉണ്ട്. സ്ലോ മോഷൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ആക്കിയിരിക്കാം. പിന്നെ ടൈം ലാപ്സ് ഉണ്ട്. ടൈം ലാപ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം. പിന്നെ ലോങ് എക്സ്പോഷർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ലോങ് എക്സ്പോഷർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ചിലപ്പം മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലുലു മാളിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് നടന്ന് പോകുന്ന സമയത്ത് നമുക്ക് ആ ഹൈവേ അടിപൊളിയായിട്ട് കാണാൻ പറ്റും, നല്ല ലോങ്ങിൽ കാണാൻ പറ്റും. ആ ലോങ്ങിൽ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇതായിട്ട്, അതായത് ഈ വണ്ടികളെ ബ്ലറാക്കിയിട്ട് ലൈറ്റ് മാത്രം പാസ് ചെയ്യുമ്പോൾ പോലെ ഒരു സംഭവം ഫോട്ടോ എടുക്കാൻ പറ്റും. നൈറ്റ് ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്. ഈ നൈറ്റ് ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ചില ഫോട്ടോഗ്രാഫേഴ്സൊക്കെ മറ്റേ റിംഗ് ലൈറ്റ് കത്തിച്ച് പിടിച്ചിട്ട്, റിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ബാർ ലൈറ്റ് ഇങ്ങനെ കത്തിച്ച് പിടിച്ച് കറക്കുമ്പോൾ സബ്ജക്റ്റും ഈ ലൈറ്റ് മാത്രമേ കാണും. ഈ പിടിച്ചിരിക്കുന്ന ബാക്ക് ഇരിക്കുന്ന ആൾ ബ്ലറാവുന്നത്. അതുപോലത്തെ സംഭവം ഈ കമ്പിത്തിരിയൊക്കെ വെച്ചിട്ട് കറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദീപാവലിക്കൊക്കെ എടുക്കും. വാട്ടർഫോൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ എടുത്താൽ ഇതിൻ്റെ നമ്മൾ ഐഫോണിൽ ലൈവ് ഓൺ ആക്കിയിട്ട് എടുത്തിട്ട് മോഷനിൽ ലോങ് എക്സ്പോഷർ കൊടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് ആ ഒരു സാധനം. പിന്നെ മിസ്റ്റീരിയസ് മിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എടുത്താൽ ഇച്ചിരി ഒരു ചെറിയൊരു ബ്ലർ എഫക്റ്റ് പോലെ നമുക്ക് തോന്നുന്ന ഒരു സാധനങ്ങൾ കിട്ടും. പിന്നെ ഫയർ വർക്കുണ്ട്, സ്റ്റാർ ടൈൽസ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് സെക്കൻഡ്സും ആഡ് ചെയ്യാൻ പറ്റും. 2 സെക്കൻഡ് മുതൽ 32 സെക്കൻഡ് വരെ എടുക്കാം. ഈ സ്റ്റാർ ടൈൽസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ 32 സെക്കൻഡ് ഇട്ടിട്ട് ട്രൈപോഡും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്താൽ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കിട്ടും ഇവിടെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. മോറിനകത്ത് ഉള്ളത് സൂപ്പർ മൂൺ എന്ന് പറഞ്ഞൊരു മോഡാണുള്ളത്. സൂപ്പർ മൂൺ എടുത്താൽ നിങ്ങൾക്ക് രാത്രി മൂണിൻ്റെ ഫോട്ടോ എടുക്കുക അടിപൊളിയായിട്ട് 10x അത്യാവശ്യം നല്ലപോലെ എടുക്കാൻ പറ്റും. മോറിനകത്ത് പ്രോ വെർഷൻ ഉണ്ട്. പ്രോ വെർഷൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്യാമറ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പ്രോ വെർഷൻ്റെ വീഡിയോ ചെയ്യാം. സെൽഫി ക്യാമറയിൽ ആസ്പെക്ട് റേഷ്യോ എല്ലാം മാറ്റാൻ പറ്റും. ഇത്രയും നേരം ഈ ക്യാമറയ്ക്കകത്തിരുന്നിട്ട് ഈ ഫോൺ ചൂടടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. എന്തായാലും ഈ സംഭവം കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ കാണാനായിട്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അടിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. എൻ്റെ തംബ്നെയിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് തംബ്നെയിലായിരിക്കും. അപ്പോൾ ക്യാമറ പെർഫോമൻസ് വീഡിയോ അടുത്ത് കാണാം. ശരി.